ശക്തിയാലൻ അന്തരംഗമുഴലുമ്പോൾ, അന്ധകാരത്തിൻ ശക്തിയാലൻ അന്തരംഗമുഴലുമ്പോൾ, അരികിലണച്ചാശ്വാസമേകും അരുമനാഥ വന്നിടണേ. അരികിലണച്ചാശ്വാസമേകും അരുമനാഥ വന്നിടണേ. മറയുവാൻ നീ മാത്രമാ മറക്കുമേ ലോകരും. മറയുവാൻ നീ മാത്രമാ മറക്കുമേ ലോകരും. എണ്ണി എണ്ണി സ്തുതിക്കുമേ എണ്ണമില്ലാ നന്മകൾ. എണ്ണി എണ്ണി സ്തുതിക്കുമേ എണ്ണമില്ലാ നന്മകൾ. മറയുവാൻ നീ മാത്രമാ മറക്കുമേ ലോകരും. മറയുവാൻ നീ മാത്രമാ മറക്കുമേ ലോകരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനേകം ജീവിതങ്ങൾ ഇന്ന് വിങ്ങി വിതുമ്പി കഴിയുകയാണ്. കൈപ്പേറിയ അനുഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ദുരിതങ്ങളാണ് ഓരോരുത്തർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ജീവിതവും പുകപടലം പിടിച്ചിരിക്കുകയാണ്, വിഷാദം പൂണ്ടതാണ്, ഉള്ളു കരയുകയാണ്, പുറമേ ചിരിക്കുമ്പോഴും ഉള്ളു കരയുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ! എല്ലാം ഉണ്ട്, പണമുണ്ട്, വരുമാനമുണ്ട്, സ്വത്തുണ്ട്, വീടുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ആരോഗ്യമുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനം മാത്രമില്ലാതെ ഞെളിവിരിക്കൊള്ളുകയല്ലേ മനുഷ്യൻ, അല്ലേ? ഇന്ന് അനേകരും വിഷമിക്കുന്ന ഒരു വലിയ പ്രശ്നം മക്കളാണ്. മക്കൾ കൈ വളരുന്നോ കാല് വളരുന്നോ എന്നോർത്ത് വളർത്തിക്കൊണ്ട് വന്നു. എന്നാൽ യൗവനപ്രായത്തിലേക്ക് എത്തുമ്പോഴേക്കും, യൗവനപ്രായം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രേമക്കുരുക്കളിൽപ്പെട്ട് അവർ ഭയങ്കരമായ നാശത്തിലേക്ക്, ഭീകരമായ അധപതനത്തിലേക്ക് നീങ്ങിപ്പോകുന്നു. ഇന്ന് അനേകം യുവാക്കന്മാർ, യുവതി യുവാക്കന്മാർ പ്രേമത്തിൻ്റെ ഒരു മായാവലയത്തിൽപ്പെട്ട് ഉഴലുകയാണ്. സെക്സ് അതിൽ തന്നെ പാപമല്ല, ലൈംഗികത പാപമല്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങൾ, വിവാഹത്തിന് ശേഷമുള്ള ഇതര ബന്ധങ്ങൾ, വിവാഹപൂർവ്വ ബന്ധങ്ങൾ, പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് ശേഷമുള്ള ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, രണ്ടും പാപമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, അനേകം പേര് മാതാപിതാക്കളിൽ നിന്ന് നീറിപ്പുകയുകയാണ്. അവർക്കറിയാം, അവർ കുറേ കൂടി കാലം ഭൂമിയിൽ ജീവിച്ചവരല്ലേ. മാതാപിതാക്കൾ കുറേ കൂടി കാലം ഈ ഭൂമിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയവരല്ലേ. അവർക്കറിയാം ഈ മോൻ അല്ലെങ്കിൽ മോള് പോകുന്ന അപകടത്തിലേക്കാണെന്ന്, പടുകുഴിയിലേക്കാണെന്ന്. എത്ര പറഞ്ഞാലും ചെറുപ്പക്കാർക്ക് മനസ്സിലാവുകയുമില്ല, എത്ര ഉപദേശിച്ചാലും മനസ്സിലാവുകയില്ല. കൈപ്പേറിയ അനുഭവം. എത്ര കുടുംബങ്ങളാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര മാതാപിതാക്കളാണ് ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ദുരിതപൂരിതമായ ജീവിതം യാതനയിൽ, ഭീകരമായ യാതനയിൽപ്പെട്ട് വലയുന്നു. ഇത് മാത്രമല്ല, അനേകം വേദനാ വിഷയങ്ങൾ. കടത്തിൽ മുങ്ങി വലയുന്ന കുടുംബങ്ങൾ, ഒരു ഉത്തരവാദിത്വമില്ലാത്ത മനുഷ്യർ, കടം തീർക്കണമെന്നില്ല, ജപ്തി നോട്ടീസ് ആയാൽ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തോന്നാത്തതായ ചെറുപ്പക്കാർ. അപ്പനും അമ്മയും വേവലാതി കൊണ്ടില്ല, അയ്യോ വീടും പറമ്പും ജപ്തി ചെയ്തു പോകുമല്ലോ. പക്ഷേ മോൻ ഇതൊന്നൊരു വിഷയമല്ല, അത് ചിന്താ വിഷയമല്ല. അങ്ങനെയുള്ളതായ കുടുംബങ്ങൾ. ഭർത്താവിൻ്റെ മദ്യപാനവും ഭർത്താവിൻ്റെ ദുശ്ശീലവും മൂലം പീഡയേറ്റ് വലയുന്ന പാവപ്പെട്ട സ്ത്രീകൾ, ഭർത്താവിൻ്റെ ക്രൂരമായ മർദ്ദനത്തിൽ പിടയുന്ന ജീവിതങ്ങൾ, അപ്പന് സ്നേഹമില്ലാത്തതുകൊണ്ട് നിരാലംബരായി, നിസ്സഹായരായി, അനാഥരായി കഴിയുന്ന മക്കൾ, അപ്പനില്ലാത്തതിനേക്കാളും ഭയാനകമാണ് അപ്പൻ ഉള്ളത്, അതുപോലെ വലയുന്ന മക്കൾ.
മക്കളുടെ സ്നേഹത്തിന് വേണ്ടി കെഞ്ചുന്ന കൊതിക്കുന്ന മാതാപിതാക്കൾ, മക്കളൊരു നല്ലതൊക്കെ പറഞ്ഞ് കേൾക്കാൻ കൊതിക്കുന്ന മാതാപിതാക്കൾ. കൈപ്പേറിയ അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ. സ്നേഹിതരെ, ജീവിതം കയ്പുള്ളതാണ്. ഈ ജീവിതം കയ്പുറ്റതാണ്. തിരുവചനത്തിൽ കൈപ്പേറിയ അനുഭവത്തിൽ കൂടി പോയ ഒരു സംഭവമുണ്ട്. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22-ാം വാക്യം മുതൽ വായിക്കാം. കൈപ്പേറിയ അനുഭവത്തിൽ കൂടി പോയത്. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിൽ എത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് നേതാവിൻ്റെ നേരെ പിറുപിറുക്കുകയാണ്. അവരെ നയിച്ചു കൊണ്ടുവരുന്ന മോശയ്ക്ക് എതിരെ അവർ പിറുപിറുക്കുകയാണ്. ഞങ്ങൾ എന്ത് കുടിക്കും? ശരിയാണ്, അവർ പറയുന്നത് സത്യമാണ്. കുടിക്കാനൊന്നുമില്ല. ചെങ്കടൽ കടന്നപ്പോൾ ആർപ്പുളിയായിരുന്നു. പിറകിൽ നിന്ന് മിസ്രയീം സൈന്യം ഇരമ്പി പാഞ്ഞു വരുന്നു. കുതിര കുളമ്പടി ശബ്ദം പിന്നാലെ വരുന്നു. കാലാൾപ്പട പിന്നാലെ പാഞ്ഞു വരുന്നു. ഈ ഭീകരമായ ഭയാനകമായ ആക്രമണത്തിൽപ്പെട്ട് നശിക്കുമല്ലോ എന്നോർത്ത് അവർ ഓടി. ഇസ്രായേൽക്കാർ ഓടി. പക്ഷേ ചെന്നെത്തിയത് ചെങ്കടൽ തീരത്താണ്. ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് അമ്പരപ്പോടെ നിന്നു. അപ്പുറം കടക്കാൻ നിർവാഹമില്ല. വൻ കടൽ മുൻപിൽ, വൻ പട പിൻപിൽ. എന്തു ചെയ്യും? മുന്നോട്ടും ഗതിയില്ല, പിറകോട്ടും ഗതിയില്ല. വലഞ്ഞു. ആ സമയത്താണ് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചത്. ചെങ്കടലിൽ ഉണങ്ങിയ നിലമുണ്ടാക്കി. ചെങ്കടൽ രണ്ടായി പിരിഞ്ഞു. കടലിലെ വെള്ളം 2 ഭാഗത്തേക്കും ഇങ്ങനെ തെറുത്ത് മാറി. മൈലുകൾ മാറി. 600,000 ജനത്തിന് കടന്നു പോകണ്ടേ? മൈലുകൾ ആ വെള്ളം 2 ഭാഗത്തേക്കും മാറി നിന്നു. ഭിത്തി പോലെ വെള്ളം അങ്ങനെ നിന്നു. ഒരു ഭാഗത്തെ വെള്ളം താഴോട്ട് ഒഴുകിപ്പോയി, മറ്റൊരു ഭാഗത്തെ വെള്ളം ഭിത്തി പോലെ നിന്നു. ആ ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽക്കാർ കടന്നു. എന്തൊരു സന്തോഷം! ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തെ സ്തുതിച്ചു. തപ്പും കിന്നലും എടുത്ത് വാഴ്ത്തിപ്പാടി ജനം സന്തോഷിച്ചു. ഇങ്ങനെ ജീവിതം സന്തോഷമാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോകുമ്പോഴുണ്ട് ഇതാ കൈപ്പേറിയ അനുഭവം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലർക്കും അനുഭവമായിരിക്കും. എല്ലാം ശരിയായല്ലോ, നന്നായല്ലോ, എല്ലാം ഭംഗിയായല്ലോ, കാര്യങ്ങളൊന്ന് നേരെയായി വരുന്നല്ലോ എന്നോർത്ത് സന്തോഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നുകൂടുന്നത്. ഇപ്പോഴും എല്ലാം ഭംഗിയായി കാര്യങ്ങൾ പോകുന്നുണ്ട്, എല്ലാം ശരിയായി തീരുന്നുണ്ട്, കടമെല്ലാം മാറി വരുന്നുണ്ട്, രോഗം മാറി, ഒരു നല്ല വീട് വയ്ക്കാനൊത്തു, വിവാഹം നടന്നു, ഒരു പിഞ്ചോമന കുഞ്ഞിനെ താലോലിക്കാൻ ലാളിക്കാൻ കിട്ടി, നല്ലത് ദൈവമെല്ലാം തന്നു, ദൈവമേ നിനക്ക് സ്തുതി, സന്തോഷമുണ്ട്. അങ്ങനെ സന്തോഷിച്ച് പോകുമ്പോഴാണ് ഇപ്പോഴിതാ വലിയൊരു ആപത്ത് വരുന്നത്. എന്താണ് ആപത്ത്? ജനം മുന്നോട്ട് പോയി. അവരറിഞ്ഞില്ല വലിയൊരു ആപത്ത് മുന്നിലുണ്ട് എന്ന്. അത്യാഹിതം മുന്നിലുണ്ടെന്ന് അവരറിഞ്ഞില്ല. അപ്പോഴാണ് ശൂർ മരുഭൂമിയിലേക്ക് ചെന്നത്. മരുഭൂമിയിലേക്ക് ചെങ്കടൽ കടന്ന് അവർ നീങ്ങിച്ചെന്നത് മരുഭൂമിയിലാണ്. ശൂർ മരുഭൂമി. മരുഭൂമിയിൽ ഉണങ്ങിയ മണൽത്തിട്ടല്ലേ, മണൽപ്പരപ്പ്, മണൽക്കാട്. മരുഭൂമിയിലെ മണൽക്കാടിൽ നനവിൻ്റെ കിനി പോലുമില്ല, ഒരിറ്റ് നനവില്ല. ജനം വലഞ്ഞു, ദാഹിച്ചു. ദിവസം 1 കഴിഞ്ഞു, വെള്ളം കിട്ടും, കിട്ടാതിരിക്കില്ല. ഇല്ല, 2ആയി. 2ാമത്തെ ദിവസമായപ്പോൾ അല്പം തളർന്നു. സാരമില്ല, നാളെയെങ്കിലും വെള്ളം കിട്ടും. 3ാം ദിവസമായി. സകല പ്രതീക്ഷകൾ അസ്തമിച്ചു. ഉണങ്ങി വരേണ്ട മരുഭൂമി, അങ്ങ് വിശാലതയിലേക്ക് നീണ്ടു കിടക്കുന്ന മരുഭൂമി, നോക്കിയാൽ നോക്കത്താത്ത മരുഭൂമി, ഉഗ്രമായ സൂര്യരശ്മികൾ, തണലില്ലാത്ത മരുഭൂമി, തണലിളയ്ക്കാനൊരു സ്ഥലം പോലുമില്ല. ചുട്ടുപഴുത്ത മണൽക്കാടിൽ കൂടി നടക്കണം. മാത്രമല്ല ഉഷ്ണക്കാറ്റടിച്ച് ഈ ചുട്ടുപഴുത്ത മണൽത്തരികൾ ശരീരത്തിൽ വന്ന് അടിക്കുന്നു. അടിക്കുന്ന ഉഷ്ണക്കാറ്റ് തീജ്വാലി അടിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. അവരുടെ ശരീരം കരുവാളിക്കുന്നു, അവരുടെ മുഖം കരുവാളിക്കുന്നു. അവർക്ക് കണ്ണു തുറക്കാൻ വയ്യാത്തതുപോലെ കണ്ണിലേക്ക് തീ വന്ന് അടിക്കുന്നത് പോലത്തെ അനുഭവം. ജനം വിഷമിച്ചു. എന്തു ചെയ്യും? കുടിക്കാൻ വെള്ളമില്ല. കൈപ്പേറിയ അനുഭവം. കുടിക്കാൻ വെള്ളമില്ല. ചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണത്. എക്കാലത്തുള്ളൊരു യാഥാർത്ഥ്യമാണ്. കുടിക്കാൻ വെള്ളമില്ല. പ്രിയപ്പെട്ടവരെ, ജനം വലഞ്ഞു. അവരോടത്ത് ഞങ്ങൾ എന്ത് കുടിക്കും? അവർ വിഷമിച്ചു. അങ്ങനെ വലഞ്ഞ് വിഷമിച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ
അപ്പോഴുണ്ട് ഭാഗ്യം, വെള്ളം ഇങ്ങനെ ഓളം വെട്ടുന്നു. വളരെ സന്തോഷമായി. മരുഭൂമിയിൽ ഒരു വലിയൊരു തടാകം പോലെ കാണുന്നു. എന്തൊരു മഹാത്ഭുതം! മരുഭൂമിയിൽ ധാരാളം വെള്ളം. അവരെ കുതിച്ച് ഓടി ചെന്നു ആ ഉറവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവർ കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് കുടിക്കാൻ തുടങ്ങുകയാണ്. ആർത്തി കൊണ്ട് കുടിക്കുകയാണ്. പക്ഷേ എന്തു പറ്റി? അവർ കുടിക്കാൻ കഴിഞ്ഞില്ല. വായിലൊഴിച്ചു, പക്ഷേ തുപ്പിക്കളയേണ്ടി വന്നു. ചിലരെ ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. കാരണം ആ വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. കിട്ടി, ആറ്റുനോറ്റ് കിട്ടി, വലിയ പ്രതീക്ഷയോടെ നടന്ന് കിട്ടി, വളരെ ആശിച്ചാണ് കിട്ടിയത്. പക്ഷേ കുടിക്കാൻ കഴിഞ്ഞില്ല, പ്രയോജനരഹിതമായി പോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കയ്പേറിയ അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞ് പക്ഷേ രോഗഗ്രസ്തമാണ്. ആ കുഞ്ഞ് തന്നെ എഴുന്നേൽക്കില്ല. ആ കുഞ്ഞിനെ എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും, സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ പോലും കൽപ്പില്ല. ഒന്ന് ഓർത്ത് നോക്കൂ, എത്രയോ വലിയ ദുരിതം. ആറ്റുനോറ്റ് കിട്ടിയതാണ്. ഓമന കുഞ്ഞാണ്, ലാളിച്ച് വളർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ചിന്തിക്കൂ, ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ. അല്ല, വളരെ പ്രതീക്ഷയോടെയാണ് വിവാഹം കഴിച്ചത്. നല്ല സമ്പത്തുള്ള തറവാട്ടിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. നല്ല മാതാപിതാക്കന്മാർ, എല്ലാം ശരി. പക്ഷേ അറിഞ്ഞില്ല, വിവാഹം കഴിച്ച് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് വിവാഹം കഴിച്ച് ചെറുപ്പക്കാരൻ വയലൻ്റ് ആകുന്നു. പെട്ടെന്ന് വയലൻ്റ് ആകുന്നു. എന്താണാവോ? അപ്പോഴാണ് മനസ്സിലായത്, ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം വിവാഹം കഴിഞ്ഞ 2-3 ദിവസം കുഴപ്പമൊന്നുമില്ലെന്നോ 2-3 ദിവസത്തേക്ക് മരുന്ന് കഴിച്ചില്ല. ഫലമോ രോഗം മൂർച്ഛിച്ചു. ആൾ മനോരോഗിയാണെന്ന് മനസ്സിലായത് അപ്പോഴാണ്. ദുഃഖം, ദുരിതം, തീരാ ദുരിതം. എന്തു ചെയ്യും? വിവാഹം നടന്നുപോയി. ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്നാൽ ഉപേക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? വലയുന്നു. കൈപ്പേറിയ അനുഭവം. ദൈവത്തിന് സ്തോത്രം. വെള്ളം കിട്ടി, പക്ഷേ കുടിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് അനേകം ആളുകളും മാറായിലെ കയ്പ് വെള്ളം കുടിച്ച് വലയുന്നവരാണ്. വളരെ പ്രതീക്ഷയോടെ കിട്ടിയ ചില കാര്യങ്ങൾ വളരെ പ്രതീക്ഷയോടെ കിട്ടിയതാണ്. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് അപകടം പതിയിരിക്കുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ പ്രതീക്ഷയോടെയാണ് ജോലി കിട്ടിയത്. നല്ല ജോലിയായിരുന്നു, വളരെ നല്ല ജോലിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വിളിക്കും. ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാനാണ്. കുഴപ്പമില്ല, ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ പിന്നെ കൂടുതൽ നേരം ഇരുന്ന് സംസാരിക്കാൻ താല്പര്യപ്പെട്ടു അദ്ദേഹം. പിന്നെയാണ് മനസ്സിലായത് ഉദ്ദേശം ശുദ്ധമല്ല എന്ന്. വിസ്തരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, വിസ്തരിച്ച് പറയുന്നില്ല. പിന്നീട് മനസ്സിലായത് അപകടം പതിയിരിക്കുന്നുവെന്ന്. ജോലി രാജിവെച്ച് വീട്ടിൽ പോന്നു. ദൈവത്തിന് സ്തോത്രം. ജോലി രാജിവെക്കേണ്ടി വന്നു. കൈപ്പേറിയ അനുഭവം. ആറ്റുനോറ്റ് കിട്ടിയ നല്ല കാര്യങ്ങൾ കൈപ്പേറിയ അനുഭവത്തിൽ വന്ന് ഇന്ന് ജീവിതം യാതനാഭരിതമായി വലഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. മാറായുടെ അനുഭവം, കയ്പാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒന്നുകൂടി വായിക്കാം. 22-ാം വാക്യം മുതൽ 15-ാം അധ്യായം 22-ാം വാക്യം മുതൽ. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. മാറയിലെ വെള്ളം കുടിപ്പാൻ അവർ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് ജനം പിറുപിറുത്തു. കുടിക്കുന്നവർ പരവശരായി, കുടിക്കുന്നവർ അവശരായി തീർന്നു. എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് കുടിക്കും? 1-2 പേരല്ല, 600,000 പേരുള്ള വലിയൊരു സംഘം, 6 ലക്ഷം പേര്. ഈ കണ്ട ജനം മുഴുവനും ഈ മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുകയാണ്. എത്രമാത്രം വെള്ളം കിട്ടിയാൽ മതിയാകും? വെള്ളം പോലും കിട്ടാൻ മാർഗമില്ലാതെ വലഞ്ഞ ജനത്തിന് ഇപ്പോൾ കിട്ടിയത് കയ്പുള്ള വെള്ളം. ദൈവത്തിന് സ്തോത്രം. ജനം പിറുപിറുത്തു. മോശയ്ക്ക് മറുപടിയില്ല. എന്തു ചെയ്യും? മോശ ജനനേതാവ് എന്തു ചെയ്തു? മോശ അവിടെ ആ ഉണങ്ങിയ മരുപ്പറമ്പിൽ മുട്ടുമടക്കി മോശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ജനത്തിന് ഞാൻ എന്ത് കുടിക്കാൻ കൊടുക്കും? ഈ ജനം വലയുന്നല്ലോ, ഞാൻ എന്ത് കൊടുക്കും? ഈ ജനത്തെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നല്ലോ, ജനം ഇപ്പോൾ പിറുപിറുക്കുന്നു. അവർ പിറുപിറുക്കുന്ന ന്യായം ഉണ്ട് താനും. കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രശ്നം വരുമ്പോൾ ഒരു ദൈവദാസന് ചെയ്യാനുള്ളത് പ്രാർത്ഥന മാത്രമാണ്. ജനത്തോട് മറുപടി പറയാൻ വകയൊന്നുമില്ല, മറുപടി പറയാൻ വാക്കുമില്ല, മറുപടി പറയാനുള്ളതായ സാധ്യതയുമില്ല, ഒന്നും ചെയ്യാനില്ല. ആകെ ചെയ്യാനുള്ളത് സഹായത്തിനുള്ള പർവ്വതത്തിലേക്ക് നോക്കുക. ദൈവത്തിന് സ്തോത്രം.
യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. ജീവനുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കാവുന്നതാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ തെറുത്ത് ഉയർന്നു വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ മുട്ടുമടക്കൂ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കൂ. കർത്താവേ, ഞാൻ വശം കെട്ടിരിക്കുന്നു എന്ന് പറയൂ. കർത്താവേ, എൻ്റെ രക്ഷയ്ക്കായി വരണമേ, നിൻ്റെ വീര്യമുള്ള ഭുജബലം ഉണർത്തി എൻ്റെ രക്ഷയ്ക്കായി വരണമേ എന്ന് പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. സഹോദരങ്ങളെ, ഞാൻ സംഭവം വായിച്ചു. മനോഹരമായൊരു സംഭവമാണ്. അത് ഒരു വൃദ്ധയായ സ്ത്രീയുടെ കാര്യമാണ്. ഒരു വൃദ്ധയായ സ്ത്രീ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. കപ്പലിൽ യാത്ര ചെയ്യുന്നു. ആ കപ്പലിൽ അനേകം യാത്രക്കാരുണ്ട്. ആ കപ്പലിൽ ദൈവത്തിൻ്റെ ദാസനായ FB മേയറുമുണ്ട്. നടന്ന സംഭവമാണ്. FB മേയർ ദൈവദാസനാണ്. FB മേയർ ഒരു പ്രസംഗം ചെയ്തു. മേയർ ചെയ്ത പ്രസംഗം പ്രാർത്ഥന കേൾക്കും ദൈവം എന്നുള്ളതായിരുന്നു. ആ പ്രസംഗം കേട്ട് കഴിഞ്ഞ് ഓരോരുത്തർ അവരുടെ ക്യാബിനിലേക്ക് പോയപ്പോൾ ഒരാൾ അയാളുടെ ആ ക്യാബിനിലുള്ള മറ്റേ കൂട്ടുകാരനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രസംഗം? ഓ, എന്തിന് ഈ ഉപദേശിമാരൊക്കെ പ്രസംഗിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ദൈവം പ്രാർത്ഥന കേൾക്കുന്നൊക്കെ പറയും, ചുമ്മാ വെറുതെ പറയുന്നതല്ലേ, അങ്ങനെയൊന്നും ഒരു ദൈവവുമില്ല, അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നുമില്ല, ഇതൊക്കെ വെറും തോന്നലല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു നിരീശ്വരനായിരുന്നു, ദൈവവിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു. എന്നാൽ അന്ന് വൈകുന്നേരം FB മേയറുടെ ഒരു പ്രസംഗം താഴെ തട്ടിൽ ഒരു വിശാലമായ ഹാളിൽ പ്രസംഗം നടക്കുന്നുണ്ട്. FB മേയർ താഴെ പ്രസംഗിക്കുന്നുണ്ട്. എല്ലാവരും അറിയിപ്പനുസരിച്ച് ക്യാബിനിൽ നിന്ന് പുറപ്പെട്ടു. ആ താഴത്തെ ഹാളിലേക്ക് പോയി ഒരു ഗോവണി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ നിരീശ്വരനായ മനുഷ്യനോർത്തു, ഞാൻ ഒറ്റയ്ക്ക് ക്യാബിനിൽ ഇരുന്നിട്ട് എന്താ കാര്യം, ഏതായാലും ഇയാൾ പറയുന്നതിൽ കഴമ്പൊന്നുമില്ല, എന്നാലും ഒന്ന് കേൾക്കാൻ പോകാം എന്ന് വിചാരിച്ചു. നിരീശ്വരൻ അദ്ദേഹവും വിമർശിക്കാനുള്ള മനസ്സോടുകൂടി പോയി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 ഓറഞ്ച് ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ പ്രസംഗം കേൾക്കുന്ന സമയത്ത് വിരസത വരുമ്പോൾ ഏതായാലും ഈ ഓറഞ്ച് തിന്നാമെന്ന് വിചാരിച്ച് 2 ഓറഞ്ച് കയ്യിൽ പിടിച്ചിരുന്നു. അത് ആ ഗോവണി ഇറങ്ങി പോകുമ്പോൾ ഗോവണിയുടെ താഴത്ത് അവിടെ താഴെ ഒരു ചാരുകസേരയിൽ വൃദ്ധയായ ഒരു സ്ത്രീ ഉറങ്ങുന്നു. വൃദ്ധയായ സ്ത്രീ, ആ യാത്രക്കാരിയാണ്. അവർ ഇരുന്ന് ഉറങ്ങുന്നു. പക്ഷേ അവരുടെ കൈ 2 ഇങ്ങനെ മലത്തി പിടിച്ചിരിക്കുന്നു. എന്തോ പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കണം, അതുകൊണ്ടായിരിക്കും കൈ 2 മലർത്തി പിടിച്ച് അവൻ ആ പ്രാർത്ഥനയിൽ തന്നെ ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കൗതുകം തോന്നി, ഈ നിരീശ്വരൻ്റെ കൗതുകം തോന്നി. ആ സ്ത്രീയുടെ 2 കൈകളിലേക്കും ഓരോ കൈയിലേക്കും ഒരു ഓറഞ്ച് വെച്ച് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓറഞ്ച് ആ സ്ത്രീയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്തു. സ്ത്രീ അറിഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീ നല്ല സുഖമായിട്ട് നല്ല ആസ്വദിച്ച് ഈ ഓറഞ്ച് തിന്നുകയാണ്. ഓരോന്നോരോന്നും തിന്നുകയാണ്. ഇത് അടുക്കൽ ചെന്നു സ്ത്രീയോട് ചോദിച്ചു, എന്താ നല്ല സുഖമാണല്ലേ തിന്നാൻ? അതേ മോനെ, നല്ലതാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് ഈ കടൽച്ചുരുക്ക് കാരണം ഛർദ്ദിക്കാൻ വരുന്നു. കടൽച്ചുരുക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, കപ്പലിലെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു ഓറഞ്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഓരോ ഓറഞ്ച് കിട്ടിയില്ലെന്നേ പ്രാർത്ഥിച്ചുള്ളൂ. ഇപ്പോൾ കർത്താവ് 2 ഓറഞ്ച്. ഉടനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് കർത്താവ് തന്നതല്ല, അത് ഞാൻ തന്നതാണ്. ഞാൻ ആ ഓറഞ്ച് 2 കയ്യിലും വെച്ചിട്ട് പോയത്. ഉടനെ പറഞ്ഞു, ഏത് പിശാചാണെങ്കിലും തന്നത് ആരായാലും ശരി, അത് കർത്താവ് കൊടുത്തിട്ട് എനിക്ക് കൊണ്ട് തന്നതാണ്, യേശു ക്രിസ്തു കൊടുത്തിട്ട് തന്നതാണ്. ചിലപ്പോൾ കൊണ്ടുവന്നത് പിശാചായിരിക്കും. ഇത് ആ മനുഷ്യനെ ചിന്തിപ്പിച്ചു. ഈ സ്ത്രീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, ഒരു കടൽച്ചൊരുക്കുകാരൻ ഒരു ഓറഞ്ച് തിന്നാൻ കിട്ടിയെങ്കിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, അത് ദൈവം പ്രാർത്ഥന കേട്ടു എന്നും അത് ദൈവം ഇല്ലാത്ത മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഓറഞ്ചാണ് കൊടുത്തതെന്നും എല്ലാം കേട്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ചലനങ്ങളുണ്ടാക്കി. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായി തീർന്നു എന്നാണ് ഞാൻ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഉള്ളു തുറന്ന് പറയാം, കർത്താവേ, എന്നെ സഹായിക്കണമേ. മോശ പ്രാർത്ഥിച്ചു. മോശ മുട്ടുമടക്കി. മോശ ആ മരുഭൂമിയിൽ ദൈവത്തോട് യാചിച്ചു, കർത്താവേ, ഈ ജനത്തിന് ഞാൻ എന്ത് കുടിക്കാൻ കൊടുക്കും? ദൈവം മോശയോട് പറഞ്ഞു, നീ എന്താണ് കാണുന്നത്? അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ? കർത്താവേ, ഞാനൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. മോനെ, നീ നോക്കൂ, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു മരം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു മരമാണ് കാണുന്നത്. നീ ഒരു കാര്യം ചെയ്യൂ, ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടി ഈ വെള്ളത്തിലേക്ക് എടുത്തിടൂ. മരത്തിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് ഇടൂ. മോശ അതനുസരിച്ചു. ഈ വെള്ളം ഇനി കുടിക്കാൻ കൊടുക്കൂ, ഇനി അതിൽ കയ്പുണ്ടായിരിക്കുകയില്ല. സഹോദരങ്ങളെ, മോശ ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് ഇട്ടു. വെള്ളത്തിൻ്റെ വിഷം മുഴുവനും ആ കൊമ്പ് വലിച്ചെടുത്തു. വിഷത്തിൻ്റെ കയ്പ് മുഴുവനും ആ കൊമ്പ് വലിച്ചെടുത്തു. ആ വെള്ളത്തിൻ്റെ എല്ലാ വിഷവും കൊമ്പ് വലിച്ചെടുത്തിട്ട്
കൊമ്പിലെ ചാറ് ആ വെള്ളത്തിലേക്ക് പകർന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുണ്ടായി? ജനത്തോട് കുടിക്കാൻ പറഞ്ഞു. ജനം കുടിച്ചു. വെള്ളം മധുരമായി തീർന്നു. എൻ്റെ ഒരു ചെറിയ ആഗ്രഹം ഞാൻ പറയുകയാണ്. കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും യുവാക്കളെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കയ്പ് മാറി മധുരമാക്കാൻ ഈ കൊമ്പ് വെട്ടിയിടുക. ഏതാണ് ഈ കൊമ്പ്? ആ കൊമ്പ് ഏതാണ്? ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി. അത് ഗോകുൽത്തായിൽ ഉയർത്തിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപമാണ്. ഗോകുൽത്തായിൽ ഉയർത്തിയ ആ ജയമുള്ള സ്ലീബായാണ്. കർത്താവായ യേശുക്രിസ്തു തൂങ്ങിയ ആ ജയമുള്ള സ്ലീബായാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കൂടി രക്ഷ, കുരിശിലെ മരണത്തിൽ കൂടി രക്ഷ, കുരിശിൽ ചൊരിഞ്ഞ തിരക്തത്തിൽ കൂടി രക്ഷ. ദൈവത്തിന് സ്തോത്രം. ആ കുരിശിൽ കൂടി ഒലിച്ചൊലിച്ച് ഇറങ്ങിയ തിരക്തം, യേശുക്രിസ്തുവിൻ്റെ തിരുവിലാവിനൊഴിയതായ തിരക്തം കുരിശിൽ കൂടി ഒലിച്ചൊലിച്ചിറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കുരിശ് വരുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രൂശിതനായ ക്രിസ്തു വരുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം ഇപ്പോൾ വരുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്പ് മാറും, നിങ്ങളുടെ കയ്പ് മധുരമായി തീരും. യേശു ക്രിസ്തു കയ്പ് മാറ്റുന്നവനാണ്. ഭർത്താവ് മരിച്ചുപോയവർക്ക് കയ്പ് മാറ്റുന്നവനാണ് ക്രിസ്തു. ഭാര്യ മരിച്ചുപോയവർക്ക് തുണയായും ഇണയായും വരുന്നവനാണ് ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പനില്ലാത്തവർക്ക് അപ്പനായും നാഥനായും രക്ഷകർത്താവായും വരുന്നവനാണ് ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അഗതികൾക്ക് നാഥനായി വരുന്നവനാണ് ക്രിസ്തു. ആരോരുമില്ലാത്തവർക്ക് തുണയായി വരുന്നവനാണ് ക്രിസ്തു. നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ന് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയൂ, യേശുവേ, ആ കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് പകരണമേ. ആ കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തം എൻ്റെ ഉള്ളത്തിലേക്ക് പകരണമേ. നാഥ, ഇന്ന് ആ തിരുരക്തം പുരണ്ട കരം, ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. കർത്താവേ, 2000-ലേറെ വർഷം മുൻപ് ഗോകുൽത്തായിൽ ഉയർത്തിയ ആ കുരിശ്, ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. കർത്താവേ, നീ ഉയർത്തെഴുന്നേറ്റത് എൻ്റെ ഹൃദയത്തിൽ വാഴാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ജീവിച്ചത് എൻ്റെ ഹൃദയത്തിൽ ജീവിക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. പാപങ്ങൾ കഴുകപ്പെടും, പാപത്തിൻ്റെ വിഷം മാറിപ്പോകും. കുരിശ് വരുമ്പോൾ പാപത്തിൻ്റെ വിഷം മാറിപ്പോകും. കുരിശ് വരുമ്പോൾ ദുരിതങ്ങളുടെ വിഷം മാറിപ്പോകും. കുരിശ് വരുമ്പോൾ ശാപത്തിൻ്റെ വിഷം മാറിപ്പോകും. കുരിശ് വരുമ്പോൾ ബന്ധനങ്ങളുടെ വിഷം മാറിപ്പോകും. കുരിശ് വരുമ്പോൾ ബാധകളുടെ വിഷം മാറിപ്പോകും. കുരിശ് വരുമ്പോൾ എല്ലാ തിന്മയും മാറിപ്പോകും. കുരിശിലെ യേശു, കുരിശിൽ മരിച്ച രക്ഷകൻ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് അനുഗ്രഹവും രക്ഷയും പ്രദാനം ചെയ്യുന്നവനാണ്. യേശുവിനെ നിങ്ങൾ വിളിക്കൂ പ്രിയപ്പെട്ടവരെ. ഈ മരം വെട്ടി ആ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ കയ്പുള്ള വെള്ളം മധുരമായി തീർന്നു. മാറായിലെ വെള്ളത്തെ മധുരമാക്കുന്ന ക്രിസ്തു ഇന്ന് നിങ്ങളെ തഴുകട്ടെ, ഇന്ന് നിങ്ങളെ തലോടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ അരികിലേക്ക് യേശു വരികയാണ്. നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് യേശു നിൽക്കുകയാണ്. മകനെ, നിൻ്റെ ജീവിതം കയ്പുള്ളതാണല്ലോ. എൻ്റെ പ്രിയ മകളെ, നിൻ്റെ ജീവിതം കയ്പുറ്റതാണല്ലോ. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ മധുരം തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യൗവനക്കാര, കയ്പേറിയതിൻ്റെ ജീവിതത്തിൽ, യാതനകളേറ്റ് പിടയുന്നതിൻ്റെ ജീവിതത്തിൽ, ദുരിതത്തിൽപ്പെട്ട് ഉഴലുന്നതിൻ്റെ ജീവിതത്തിൽ ഞാൻ വരുന്നത് നിനക്ക് മധുരം തരാനാണ്, ആശ്വാസം തരാനാണ്, സമാധാനം തരാനാണ്. മകളെ, ഭർത്താവ് മരിച്ചു പോയിട്ട് നീ ആരോരുമില്ലാതെ ഇണയറ്റ കിളിയെ പോലെ ദുഃഖിച്ച് വലഞ്ഞിരിക്കുമ്പോൾ നിന്നെ തേടി ഞാൻ വരികയാണ്. ആശ്വാസം തരാനാണ് ഞാൻ വരുന്നത്. നീ നിരാശപ്പെടേണ്ട, നീ വലയേണ്ട. ഞാൻ നിന്നോട് കൂടി ഇരിക്കും. ഞാൻ നിന്നെ കാക്കും. ഞാൻ നിന്നെ നോക്കും. ഞാൻ നിന്നെ പരിപാലിക്കും. ഞാൻ നിന്നെ സംരക്ഷിക്കും. ഞാൻ നിനക്ക് ചുറ്റും കോട്ടയായും പരിചയായും പലകയായി നിൽക്കും. ഞാൻ നിനക്ക് തുണയായിരിക്കും. ദൈവവൈതലേ, മധുരമാക്കുന്ന ക്രിസ്തു, മാറയെ മധുരമാക്കുന്നവൻ, ആ ക്രിസ്തുവിനെ നിങ്ങൾ കാണുക. യേശു ക്രിസ്തു ഇന്ന് കയ്പ് മാറ്റുവാൻ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഇന്ന് മാധുര്യം തരാൻ വന്നിരിക്കുന്നു. മധുരതരമായ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ നയിച്ചുകൊണ്ട് സമാധാന ദേശത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ യേശു വന്നിരിക്കുന്നു. സ്വർഗീയ സമാധാനം തരുന്ന, അത്ഭുതകരമായി ശാന്തി പകരുന്ന ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വന്ന് നിങ്ങളെ തന്നെ അർപ്പണം ചെയ്യുവീൻ. നിങ്ങളെ തന്നെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിങ്ങൾ സമർപ്പിക്കുവീൻ. യേശുവിൻ്റെ വാക്ക് പറയുവീൻ. യേശുവേ, ഇത്രയും കാലം ഞാൻ പാപത്തിൻ്റെ വിഷമേറ്റ് വലഞ്ഞവനാണ്. ഇത്രയും കാലം ഞാൻ തിന്മയേറ്റ് ദുഷിച്ചവനാണ്. ഇത്രയും കാലം പിശാചിനെ പന്താടിയതാണ്. ഇത്രയും കാലം സാത്താൻ്റെ കളിപ്പാവയായി ഞാൻ അവൻ്റെ ചൊൽപ്പടിക്ക് നടന്നവനാണ്. അനേകം പാപങ്ങൾ വന്നുപോയി. എൻ്റെ കുടുംബം കലക്കിപ്പോയി. മദ്യം കൊണ്ട് ഞാൻ വിഷം എൻ്റെ ഹൃദയത്തെ സ്വീകരിച്ചു പോയി. കർത്താവേ, അരുതാത്ത കൂട്ടുകെട്ടുകൊണ്ട് ഞാൻ ദോഷത്തിലേക്ക് പോയിപ്പോയി. എൻ്റെ കർത്താവേ, എൻ്റെ ആരോഗ്യവും എൻ്റെ പൈസയും എല്ലാം പാവത്തിന് വേണ്ടി ചെലവഴിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവേ, ഇന്ന് ഞാനിതാ നിൻ്റെ അരികിലേക്ക് വരുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്നെ രക്ഷിക്കണമേ. എൻ്റെ മേലുള്ള സകല കയ്പും മാറ്റി എന്നെ മധുരമാക്കി തീർക്കണമേ. പാപത്തിൻ്റെ വിഷം എന്നിൽ നിന്ന് മാറ്റി യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താലുള്ള വിശുദ്ധീകരണം എനിക്ക് തരണമേ. പ്രാർത്ഥിപ്പീ, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു.
അവിടുത്തെ ഈ പ്രിയമക്കളെ അവിടെ തൊട്ടതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരുടെ മേലും തൃക്കരം വെച്ചതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. എൻ്റെ നാഥൻ രണ്ടാമത്തെ ഡെലിവറി ഒരുക്കണമേ, ദേശത്തിന്മേൽ ഉണർവഹിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.